ഹലോ നമസ്കാരം. റിയൽ സ്റ്റോറി ന്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇന്നലത്തെ കഥയുടെ ബാലൻസ് കഥയാണ് കേട്ടോ. നമ്മുടെ ബബിതയുമായിട്ട് ഇപ്പോൾ കൊളുത്തുപുഴയിലാണ് അലീനയുള്ളത്. അവിടെ ചെല്ലുമ്പം ആദ്യം ഒന്നും സ്റ്റാൻലിക്ക് ബബിതേനെ അത്രയ്ക്ക് ഇഷ്ടമാകുന്നില്ല. പക്ഷേ ബബിതയെ കണ്ടതും ഇഷ്ടമായി തുടങ്ങുന്നുണ്ട് കേട്ടോ. കാരണം ബബിതയെ കാണാതെയാണ് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണ്ടായെന്ന് അലീനയോടൊക്കെ പറഞ്ഞത്. പക്ഷേ ബബിതയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലിക്ക് മനസ്സിലാകുകയാണ് ആരെപ്പോലെയാണ് വൈജയുടെ തനിപ്പകർപ്പ്. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മുടെ ബബിതേനെ ഇഷ്ടപ്പെടാതിരിക്കും. അപ്പോൾ ഏതായാലും നാളത്തെ ബാലൻസ് കഥയിലേക്ക് ഞാൻ കടക്കാണ് കേട്ടോ. അപ്പോൾ നാളെ പറഞ്ഞ കഥയുടെ ബാലൻസ് ആണേ. അങ്ങനെ നമ്മുടെ ബബിതയെ തിരിച്ചു കൊണ്ടുവിടാൻ വേണ്ടി അലീന തീരുമാനിച്ചു. അതിനൊരു കാരണമുണ്ടേ. 1-2 ദിവസത്തിനകം തിരിച്ചു കൊണ്ടുവിട്ടോണം എന്ന് ഓർഡർ നൽകിയിട്ടാണ് അലീന ബബിതയെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ദിവസം നിർത്തണ്ട, കൊണ്ടുവിടാ എന്നോർത്ത് പിറ്റേ ദിവസം കൊണ്ടുവിടാനിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, വേണ്ട, 3-4 ദിവസം കൂടെ കുട്ടി ഇവിടെ നിന്നോട്ടെ, എന്നിട്ട് കൊണ്ടുവിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായേ ബബിതയോട് സ്റ്റാൻലിക്ക് വിരോധമോ ദേഷ്യമോ ഒന്നുമില്ല, ഇഷ്ടമൊക്കെ തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിനിടയിൽ വേറൊരു സംഭവം നടന്നേ. നമ്മുടെ എൽസമ്മയില്ലേ, സ്റ്റാൻലിയുടെ ഇപ്പോഴത്തെ ഭാര്യ എന്ന് പറഞ്ഞാൽ സ്റ്റാൻലിക്ക് 3 മക്കളുണ്ട്. അതിൽ ഉള്ള ഒരു ഭാര്യ, ആ ഒരു ഭാര്യ 3 മക്കളുടെ അമ്മ, മനസ്സിലായല്ലോ അല്ലേ. അപ്പം എൽസമ്മയ്ക്ക് എന്തോ ഒരു ചെറിയൊരു ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം പുള്ളിക്കാരി ഒന്ന് വീഴുകയോ മറ്റും ചെയ്തു. വീണിട്ട് പുള്ളിക്കാരി ഇപ്പം കിടപ്പിലാണ്. എന്തോ നടുവൊടിയുവോ കാലൊടിയുവോ കൈ ഒടിയുവോ എങ്ങാണ്ടൊക്കെ ചെയ്തിട്ട് ഇപ്പം പുള്ളിക്കാരി കിടപ്പിലാണുള്ളത്. നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ എൽസമ്മയായിട്ട് വലിയ കണക്ഷനൊന്നുമില്ല. എൽസമ്മയ്ക്ക് എൽസമ്മയുടെ കുടുംബക്കാരാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാൻലി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന നമ്മുടെ എൽസമ്മയായിട്ട് കൂടുതൽ കണക്ഷന് പോകാറില്ല. എൽസമ്മയുടെ മൂത്ത സഹോദരിയായ റീത്താമ്മയാണ് ഈ പറയുന്ന എൽസമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഈ റിമോട്ട് കൺട്രോള് ഈ പറയുന്ന റീത്താമ്മയുടെ കയ്യിലാണ്. റീത്താമ്മ എന്തു പറയുന്നോ അതുമാത്രമാണ് എൽസമ്മ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാൻലിക്ക് അതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഇവർ ആദ്യം മുതലേ തന്നെ പൊരുത്തപ്പെട്ടു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം രണ്ടുപേരും രണ്ടായിട്ട് താമസിക്കുന്നത്. അങ്ങനെ നമ്മുടെ അലീനയും ഈ വിവരം അറിഞ്ഞു. അലീനയും ഔദക്കുട്ടിയൊക്കെ അറിഞ്ഞു. അപ്പം സ്റ്റാൻലി അവിടെ പോയിരുന്നു, എന്തോ പൈസയൊക്കെ കൊടുക്കാനായിട്ട് പോയി എന്ന് ഒരു പേരിനൊന്ന് പോയി കണ്ടു. അല്ലാതെ വേറെ എന്തിനാ നമ്മുടെ സ്റ്റാൻലി അങ്ങോട്ടേക്ക് പോകത്തില്ല. അപ്പം അങ്ങനെ ഇരിക്കെ ഔദക്കുട്ടിയും അലീനയും കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്. അവർ നമ്മുടെ അലീന ഔദക്കുട്ടിയോട് പറഞ്ഞു, അത് പിന്നെ വല്യപ്പച്ച, നമുക്കൊരു കാര്യം ചെയ്താലോ, എൽസമ്മേനെ കാണാൻ വേണ്ടി, എൽസമ്മ അമ്മ എന്നങ്ങാണ്ടാ പറയുന്നത് നമ്മുടെ അലീന. അപ്പോൾ എൽസമ്മേനെ കാണാൻ വേണ്ടി നമുക്കൊന്ന് പോയാലോ, പുള്ളിക്കാരി വയ്യാണ്ട് കിടക്കുകയല്ലേ, മോശമല്ലേ, നമ്മൾ അറിഞ്ഞിട്ട് ചെന്നില്ല എന്ന് ഓർക്കില്ലേ, അവിടെ ചെന്ന സാഹചര്യം എന്താണെന്ന് അറിയണ്ടേ എന്നൊക്കെ. അപ്പം ഔദക്കുട്ടി പറഞ്ഞു, എൻ്റെ പൊന്നലീനെ, നീ ഇതുവരെ പഠിച്ചില്ലേ? നമ്മൾ ഒരു പ്രാവശ്യം അവിടെ പോയപ്പോഴത്തേക്കും അവന്മാരെല്ലാവരും കൂടെ നിന്നെ കൊല്ലാൻ വന്നതും വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ വന്നതൊക്കെ നീ ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അങ്ങനെ നമുക്ക് പിന്തിരിയാൻ പറ്റുമോ? വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ വരുമോ, ഇപ്പോൾ പെട്രോൾ ഒഴിച്ച് കൊല്ലാൻ വരുമോ? ഇതൊന്നും അലീനയ്ക്കൊരു ബാധകമല്ല. ഞാൻ പറയുന്ന വല്യപ്പച്ച കേക്ക്. വല്യപ്പച്ചൻ്റെ 3 കൊച്ചുമക്കളുടെ ഭാര്യയാണോ, അമ്മയാണോ ഈ എൽസമ്മ? അപ്പം പിന്നെ നമ്മളല്ലേ പോയി കാണേണ്ടത് ഈ ഒരു സമയത്ത്. അല്ലെങ്കിൽ പിന്നെ ഈ ബന്ധുക്കൾ മിത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ വല്യപ്പച്ച കാര്യമുള്ളത്? മനസ്സിൽ വാശിയും വൈരാഗ്യവും ഒക്കെ വെച്ച് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ വല്യപ്പച്ചൻ കേക്ക്, നമുക്ക് 2 പേർക്കും ഒരുമിച്ച് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും, എൻ്റെ പൊന്നു കുഞ്ഞ്, അതിന് നിൻ്റെ അപ്പൻ സ്റ്റാൻലി സമ്മതിക്കുമോ? ലാലിജ സമ്മതിക്കുമോ? അവനാണെങ്കിൽ അങ്ങോട്ട് പോകുകയെന്ന് കേട്ടാൽ മറ്റേ കാള പെറ്റപ്പം കയറെടുക്കുന്ന പോലത്തെ അവസ്ഥയായിരിക്കും. അവൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പം, അതൊക്കെ ഈ അലീന പറഞ്ഞ് സമ്മതിപ്പിച്ചോളാന്നേ. ഓ, നിൻ്റെ കയ്യിലുള്ള അതിനുള്ള അടവൊക്കെ ഉണ്ടല്ലോ. അടവെങ്കിൽ അടവ്. ഏതായാലും നമുക്കൊന്ന് പോകണം, കാണണം, സിറ്റുവേഷൻസൊക്കെ എന്താണെന്ന് അറിയണം. അപ്പോൾ നമുക്കൊന്ന് പോയാലോ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഔദക്കുട്ടി സമ്മതിച്ചു. അങ്ങനെ നേരെ സമ്മതം മേടിക്കാനായിട്ട് അലീന ചെല്ലുകയാണ്. അത് പിന്നെ, പപ്പേ, ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാണേ, വേണ്ടാന്ന് പറയരുതെന്ന്. അപ്പം സ്റ്റാൻലി ചോദിച്ചു, എന്ത് കാര്യമാടി? വേണ്ടാന്ന് പറയേണ്ട കാര്യമാണെങ്കിൽ വേണ്ടാന്ന് തന്നെ നിൻ്റെ പപ്പ പറയും. എന്ത് കാര്യമാണ് പറ? അത് പിന്നെ ഞങ്ങൾ പുനലൂർ വരെ ഒന്ന് പോട്ടെ, അവിടെ എൽസമ്മ അമ്മേനെ കാണാനായിട്ടേ, വയ്യാണ്ട് കിടക്കുമല്ലേ. ഓഹോ, പിന്നെ നിൻ്റെ ആരായി എൽസമ്മ? നിൻ്റെ ആരെങ്കിലും ആണോടി? അല്ല, എൻ്റെ ആരെങ്കിലും ആണോ അല്ലയോ എന്നൊക്കെ ഇപ്പോൾ എന്തിനാ പപ്പ അറിയുന്നത്? പപ്പയ്ക്ക് ലേവലേശം ബോധമില്ലേ, മനുഷ്യത്വമില്ലേ, മനസ്സാക്ഷിയില്ലേ? ഇങ്ങനെ വയ്യാണ്ട് ഒരാൾ കിടക്കുമ്പം നമ്മൾ വാശിയും വൈരാഗ്യമൊക്കെ വെച്ച് പെരുമാറാൻ കൊള്ളുവോ?
അതൊരിക്കലും പാടില്ല പപ്പേ. പപ്പയ്ക്ക് പപ്പയും ഈ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരു പട്ടാളക്കാരനല്ലായിരുന്നു. അപ്പോൾ ഒരു പട്ടാളക്കാരന് പറയാൻ പറ്റിയ വാക്കുകളാണോ ഈ പറയുന്നത് എൻ്റെ പപ്പ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഓ നിൻ്റെ കയ്യിൽ ഇതല്ല, ഇതിനപ്പുറം അടവുകളുണ്ടെന്ന് എനിക്കറിയാം. അതിവിടെ വില പോകത്തില്ല. പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. കഴിഞ്ഞ പ്രാവശ്യം നീ അവിടെ ചെല്ലാൻ നോക്കിയിട്ട് നിൻ്റെ ജീവൻ എങ്ങനെയാണ് കിട്ടിയെന്ന് നിനക്കറിയാലോ. അത്രമാത്രം എന്താ പറയുക, ഇത് തലനാഴിരക്കി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എന്നിട്ട് ഇനിയും നിന്നെ ഞാൻ അങ്ങോട്ടേക്ക് മനഃപൂർവ്വം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് പറഞ്ഞയക്കണമെന്ന് പറഞ്ഞാലേ അത് നടക്കുന്ന കാര്യമല്ല അലീന എന്ന് പറഞ്ഞപ്പം, പപ്പ എന്നെ അത്രയ്ക്ക് കൊച്ചാക്കി കളയല്ലേ. അറിയാലോ, ഞാൻ ശരണ്യയുടെ കഥ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ പപ്പയോട്. അത്രയും പേരുടെ മുമ്പിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയവളാ ഈ അലീന. ആ അലീനയെ കൊച്ചാക്കുന്നത് ശരിയാണോ? ഒന്നെങ്കിലും പപ്പയുടെ മിടുക്കിയായ മോളല്ലേ ഞാൻ, എന്നെ അങ്ങനെ പേടിച്ചൂറി ആക്കാൻ കൊള്ളുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ലാലിച്ചൻ അങ്ങ് വീണ് കേട്ടോ. ലാലിച്ചൻ പറഞ്ഞു, എന്തെങ്കിലും കാണിക്കുക, നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, നീ എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും കാണിക്കാൻ പറയല്ലേ പപ്പ. പപ്പയുടെ മോള് ധൈര്യമായിട്ട് പോയിട്ട് വാ. ഈ സ്റ്റാൻലി പപ്പ ഇവിടെ ജീവനോടെ ഉള്ളിടത്തോളം കാലം എൻ്റെ മോക്കൊന്നും സംഭവിക്കുകയില്ല. അങ്ങനെയല്ലേ പപ്പ പറയേണ്ടത്? അപ്പം നമ്മുടെ സ്റ്റാൻലി, ശരി, നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് വാ, ഒന്നും സംഭവിക്കത്തില്ല, നീ പോ. അല്ല നീ തന്നെയാണോ പോകുന്നത്? അല്ല തന്നെയല്ല, എൻ്റെ കൂടെ വല്യപ്പച്ചനുണ്ട്. ഓഹോ, അപ്പം കിളവനും കൂടെ ചേർന്നുള്ള കളിയായിരുന്നല്ലേ? രണ്ടുപേരും കൂടെ ചേർന്ന് കിളവൻ കളിച്ചിട്ട് കൊച്ചുമോളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടേക്കാല്ലേന്ന് പറഞ്ഞപ്പം, അത് പിന്നെ എൻ്റെ പൊന്ന് പപ്പേ, ഞാനാ വല്യപ്പച്ചനോട് പറഞ്ഞത്. വല്യപ്പച്ചൻ എന്നോട് പറഞ്ഞു വേണ്ടാന്ന്. ഇതുപോലെ തന്നെ ഞാൻ വല്യപ്പച്ചനെ കൊണ്ട് സമ്മതിപ്പിച്ചു. അപ്പം പിന്നെ പപ്പനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യാം, നീയും വല്യപ്പച്ചനും കൂടെയാണല്ലോ പോകുന്നത്, ഇവിടെ നിന്ന് 2 ഡോഗ്സിനെ കൂടെ കൊണ്ടുവെക്കോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാലേ നമുക്ക് തടുക്കാൻ 2 പേര് ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഈ പറയുന്ന 10 ഗുണ്ടകളെ കൊണ്ടുപോകുന്നതിന് തുല്യമാ എൻ്റെ ഒരു ഡോഗ്സിനെ കൊണ്ടുപോയാൽ. അപ്പോൾ 2 എണ്ണത്തിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എസ്കോർട്ടായിട്ട് ഇപ്പോൾ ഇനി 2 ഡോഗ്സും കൂടെ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അലീന പറഞ്ഞു, ആയിക്കോട്ടെ, 2 പേരെ വിട്ടോ, ഞങ്ങളുടെ കൂടെ 2 പേരെ വിട്ടോ, ഞങ്ങൾ പൊക്കോട്ടെ. അല്ല അപ്പം ബബിത എന്ത് ചെയ്യും? ബബിത ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? എന്നാൽ പിന്നെ ബബിതേനെയും കൊണ്ടുപോകാം അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സ്റ്റാൻലി പറഞ്ഞു, വേണ്ട, അത് വേണ്ട, ബബിതേനെ അങ്ങോട്ട് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഔദക്കുട്ടിയും പറഞ്ഞു കേട്ടോ, വേണ്ട മോളെ വേണ്ട, അവൾക്കാണെങ്കിൽ ആ പരിചയമൊന്നുമില്ല, അവിടെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ മോളെ. അപ്പോൾ അവളെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അപ്പം ശരിയാവുന്നത്? അപ്പം കൊണ്ടുപോകണ്ടെന്നേ നമുക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബബിതയോട് അലീന ചോദിച്ചു, അല്ല മോളെ ബബിതേ, നീ എന്നാൽ ഇവിടെ ഇരുന്നോളുവോ? ഞങ്ങൾ രാവിലെ പോയിട്ട് വൈകിട്ട് വരും, അത്രയും നേരം നീ ഇവിടെ ഇരുന്നാൽ മതി. അപ്പം ബബിത അലീനെ ഒന്ന് നോക്കിയിട്ട്, ഇല്ല ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കത്തില്ല. അപ്പോഴത്തേക്ക് സ്റ്റാൻലി പറഞ്ഞു, ഒറ്റയ്ക്കോ? അപ്പം പിന്നെ ഞാൻ ഇവിടെ എന്തിനാ? അല്ല എന്നെ നീ മനുഷ്യനായിട്ട് കൂട്ടിയിട്ടില്ലേ, ഇപ്പോഴും നീ എന്നെ കാണ്ടാമൃഗമായിട്ടാണോ കൂട്ടിയേക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതല്ല എന്നാലും. അപ്പം നമ്മുടെ ഔദക്കുട്ടി എന്ത് ചെയ്തു? ബബിതയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ബബിതേനെ ഉപദേശിച്ചു. അങ്ങനെ പതുക്കെ ബബിതേനെ ഉപദേശിച്ച് ബബിതേനെ കൊണ്ടങ്ങ് സമ്മതിപ്പിച്ചു. അപ്പം ബബിത പറഞ്ഞു, എന്നാൽ പിന്നെ അലീന ചേച്ചി പോയിട്ട് വാ, ഞാനിവിടെ ഇരുന്നോളാന്നേ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഇരിക്കാതെ നിവൃത്തിയില്ല നമ്മുടെ ബബിതയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഇവർ നേരെ 2 പട്ടികളെയും കൂട്ടി, പിന്നെ ഡ്രൈവർ ബൈജു ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ വണ്ടി ഓടിക്കാൻ, പിന്നെ വല്യപ്പച്ചനും നമ്മുടെ അലീനയും കൂടെ ചേർന്നിട്ട് നേരെ പോവുകയാണ്. എങ്ങോട്ടേക്ക്? നമ്മുടെ എൽസമ്മേനെ കാണാനായിട്ട്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ബബിതയ്ക്ക് വല്ലാത്ത ബോറാണ് കേട്ടോ. ബബിതയാണെങ്കിൽ റൂമിൽ തന്നെ ഇരിക്കുന്നു, TV കാണുന്നു, കുറച്ച് നേരം ഫോണിൽ കുത്തി കളിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ബബിതയ്ക്കാണെങ്കിൽ ഒരു രക്ഷയുമില്ല. അങ്ങനെ കുറച്ച് നേരം ബബിത കിടന്നങ്ങോട്ട് ഉറങ്ങി മയങ്ങി. അപ്പം ഡോറിൽ വന്നൊരു ആളിങ്ങനെ വാതിലിൽ മുട്ടി. നമ്മുടെ ലാലിച്ചൻ വന്ന് മുട്ടിയിട്ട് ബബിതയെന്ന് വിളിച്ചതും ബബിത പെട്ടെന്ന് വന്ന് വാതിൽ തുറന്നിട്ട്, എന്താ അലീന ചേച്ചിയുടെ പപ്പ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് പിന്നെ നീ ഇവിടെ എന്തെടുക്കുക? TV ചൂണ്ടി കാണിച്ചു കേട്ടോ, ഇത് കാണുവാന്ന് പറഞ്ഞു. ആണോ? അല്ല നിനക്ക് കഴിക്കുമെന്ന് വേണ്ടേ? വാ നമുക്ക് കഴിക്കാം എന്നും പറഞ്ഞ് ബബിതേനെയും കൂടെ കൂട്ടിക്കൊണ്ട് ഡൈനിങ് ടേബിളിൽ പോയി. അങ്ങനെ ഡൈനിങ് ടേബിളിൽ പോയി ഇരുന്ന് ആഹാരം കഴിക്കുന്നു. അങ്ങനെ ആഹാരം കഴിക്കാൻ നേരത്ത് നമ്മുടെ സ്റ്റാൻലി ഒന്നും മിണ്ടത്തൊന്നുമില്ലല്ലോ. അപ്പം സ്റ്റാൻലി ആഹാരം കഴിക്കാൻ നേരത്തൊന്നും മിണ്ടാതെയൊക്കെ ഇരുന്ന് കഴിച്ചു. നമ്മുടെ ബബിതയും കഴിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും സ്റ്റാൻലി പറഞ്ഞു, ഇനി വേണമെങ്കിൽ പോയൊരു ഉച്ചയുറക്കമൊക്കെ ഉറങ്ങിക്കോ, ക്ഷീണമാണെങ്കിൽ പോയി റൂമിനകത്ത് ഇരുന്നോളാൻ പറഞ്ഞു. അപ്പം ബബിത ഒന്നും മിണ്ടാതെ നേരെ റൂമിനകത്തേക്ക് പോയി. അവിടെ കയറി ഇരുന്ന് വീണ്ടും കോപ്പ് എനിക്ക് കാലി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും
ആരോ ഒരാൾ വന്ന് വാതിൽ മുട്ടി. നമ്മുടെ പൗലോസാണ്. പൗലോസ് കൊണ്ടുവന്ന് ഒരു ഗ്ലാസ് ചായ കൊടുത്തു. ചായ കൊടുത്തപ്പോഴത്തേക്കും ബബിത ചോദിച്ചു, അല്ല അലീന ചേച്ചിയുടെ പപ്പയ്ക്ക് ചായ കൊടുത്തോ? ആ കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചായയൊക്കെ കുടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ആ റൂമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അപ്പോഴത്തേക്കുമാണ് അലീനയുടെ ഫോൺ വിളി വരുന്നത്. അപ്പോൾ വേഗം ചാടി നമ്മുടെ ബബിത ഫോൺ എടുത്തിട്ട്, അലീന ചേച്ചി ഇത് എവിടെയാണ് അലീന ചേച്ചി, ഇതുവരെ വരാറായില്ലേ? അതെന്താ മോളെ നിനക്ക് ബോറടിച്ച് തുടങ്ങിയോ? ആ ഭയങ്കര ബോറാന്നേ. എന്താ എൻ്റെ പപ്പ നിന്നെ പേടിപ്പിച്ചോ? ദേ പാവം അലീന ചേച്ചിയുടെ പപ്പ എന്നെ പേടിപ്പിച്ചൊന്നുമില്ല. അതത്രയ്ക്ക് പേടിപ്പിക്കുന്ന മനുഷ്യനൊന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് എന്നോട് ഇച്ചിരി സ്നേഹമുണ്ട്. അലീന ചേച്ചി ഉണ്ടായിരുന്നോണ്ടാന്ന് തോന്നുന്നു എന്നോട് സ്നേഹമില്ലാതിരുന്നത്. എന്നെ ചോറുണ്ണാനൊക്കെ വിളിച്ച് ഇരുത്തി ആഹാരം തരികയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നാൽ പിന്നെ മോളെ ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട്. നീ ഇപ്പോൾ പപ്പയോട് പറയാനൊന്നും നിൽക്കണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. വേറെ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ അടി ബഹള വഴക്കൊന്നുമില്ല. പക്ഷെ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കാര്യം കുറച്ച് വഷളാണ്. ഏതായാലും ഞാൻ വന്നേക്കാം. മോൾ ഏതായാലും ഇപ്പോൾ ഫോൺ കട്ട് ചെയ്തോ, വൈകിട്ടാകുമ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ എത്തുമെന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തേ. ഫോണൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബബിത എന്ത് ചെയ്തു, എന്നാൽ പിന്നെ അവിടെ വലിയ നീണ്ടു കിടക്കുന്ന വരാന്തയോ, ഇങ്ങനെ നീണ്ടു കിടക്കുവാണ് വരാന്ത. ആ വരാന്തയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെ വരാന്തയിൽ കൂടെ കുറേ നേരം നടന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻലി വന്നിട്ട് ബബിതയോട് ചോദിച്ചു, എന്തു പറ്റി, ബോറടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇല്ല ബോറൊന്നും അടിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം, എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യൂടെ ഇരിക്കുക, ഞാൻ എസ്റ്റേറ്റ് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എസ്റ്റേറ്റോ എന്നിങ്ങനെ ചോദിച്ചപ്പം, അതെ, എന്താ നീ കൂടെ വരുന്നുണ്ടോ? അത് പിന്നെ നീ കൂടെ വരുന്നുണ്ടെങ്കിൽ വാ, മടിക്കൊന്നും വേണ്ട, നമുക്കൊന്ന് പോയി എസ്റ്റേറ്റൊക്കെ കണ്ടിട്ട് വരാം. നീ കണ്ടിട്ടുണ്ടോ? പിന്നെ പാലയിലൊക്കെ ഒത്തിരി റബ്ബർ തോട്ടം ഉണ്ടല്ലോ, എനിക്കറിയാം, എന്നാലും സാരമില്ല, നീ ബാ, ഞാൻ നിന്നെ കൊണ്ടുപോയി കാണിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബബിതയോട് റെഡി ആയിട്ട് വരാൻ പറഞ്ഞു. അപ്പം ബബിത പറഞ്ഞു, എന്നാൽ ഞാൻ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ, ഡ്രസ്സൊന്നും മാറ്റണ്ട, ഇതൊക്കെ തന്നെ ധാരാളം. അവിടെ എസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞ് ഒത്തിരി തൊഴിലാളികളോ ജോലിക്കാരോ ഒന്നും ഇല്ലെന്നേ. അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. കുറേ റബ്ബർ തോട്ടം ഇങ്ങനെ നീണ്ടു നിരന്ന് കിടപ്പുണ്ട്, അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബബിത, ഓക്കെ എന്നാൽ ഞാൻ ഡ്രസ്സ് മാറ്റുന്നില്ല, ഞാൻ ഇതിട്ടുകൊണ്ട് വരാം എന്നുള്ള രീതിയിൽ പതുക്കെ പതുങ്ങി ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ കയറി ജീപ്പിനകത്ത് കയറി പുറകെ കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും സ്റ്റാൻലി പറഞ്ഞു, വേണ്ട നീ ഫ്രണ്ടിൽ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഫ്രണ്ടിൽ കയറിയിട്ട് ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന പാതകളിലൂടെ ഇരു സൈഡിൽ റബ്ബർ തോട്ടം ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആദ്യം കുറേ അങ്ങ് നീങ്ങി കഴിഞ്ഞ് പിന്നെ ചരൽ റോഡാണ് കേട്ടോ, ടാറിട്ട റോഡ് കഴിഞ്ഞ് പിന്നെ ചരൽ റോഡാണ്. ആ ചരൽ റോഡിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ കയറി. അപ്പോൾ കുലുക്കമൊക്കെ തുടങ്ങി. ഏതായാലും അലീനയല്ല ബബിതയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പം ബബിത ചിരിച്ചും പതുങ്ങിയുമൊക്കെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ സ്റ്റാൻലിക്ക് പെട്ടെന്ന് വീണ്ടും 10-23 വർഷം മുമ്പ് ആഗ്രയിലേക്ക് പോവുകയാണ് നമ്മുടെ സ്റ്റാൻലി. നമ്മുടെ വൈജയെ വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോകുന്നതും വൈജയോട് ഓരോരോ കാര്യങ്ങൾ പറയുന്നതും വൈജ സംസാരിക്കുന്നതും അങ്ങനെ വൈജയെ പാരച്ചൂട്ടിലേക്ക് കയറ്റാൻ കൊണ്ടുപോയതും അങ്ങനെ പല വിസ്മയങ്ങൾ കാണിക്കാൻ വേണ്ടി നമ്മുടെ വൈജയെ കൊണ്ടുപോയിരുന്നു ഈ പറയുന്ന സ്റ്റാൻലി. അതും ഒരു പേടിയോടുകൂടിയാണ് വൈജ എപ്പോഴും ഇരിക്കുന്നത്. ഒരു പേടി എന്ന് പറഞ്ഞാൽ വൈജയ്ക്ക് എപ്പോഴും ഒരു പേടിയുണ്ട്. അതുപോലെ പതുക്കെ സംസാരിക്കുകയുള്ളൂ. പതുക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പതുക്കെ സംസാരിക്കത്തുള്ളൂ. എപ്പോഴും മുഖത്തൊരു ചിരിയാണ്. അപ്പം അതൊക്കെ പെട്ടെന്ന് നമ്മുടെ സ്റ്റാൻലിക്ക് ഓർമ്മ വരുന്നു. അങ്ങനെ ആ ഒരു സീൻസൊക്കെ കുറച്ച് കാണിക്കാനുണ്ട്. അവരുടെ പഴയ കാലം ഒരു ചെറിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ ആ ഒരു സീനൊക്കെ കാണിക്കുകയാണ്. വണ്ടിയിൽ ഇങ്ങനെ പോവുകയും ഒരു ചെറിയ പാട്ടൊക്കെ ഇടുകയും അങ്ങനെ നമ്മുടെ വൈജയുടെ തലയിൽ കുത്തിയേക്കുന്ന റോസാപ്പൂവിന് മാത്രം ഒരു റെഡ് കളർ കാണിച്ചിട്ട് ഒരു ചെറിയ പാട്ടൊക്കെ ഇട്ടാണ് ആ ഒരു ഭാഗം നമ്മളെ കാണിക്കുന്നത് കേട്ടോ. വളരെ മനോഹരമായ ഒരു പാട്ടൊക്കെ ഇട്ടാണ് കേട്ടോ ആ ഒരു സീൻ നമ്മളെ കാണിക്കുന്നത്. നമ്മളും സത്യം പറഞ്ഞാൽ 23 വർഷം മുമ്പ് പുറകിലേക്ക് പോകും. ആ ആഗ്രഹം നമ്മുടെ മുമ്പിലും തെളിഞ്ഞു വരും. ഏതായാലും കുറച്ച് നേരം ഇങ്ങനെ എവിടെ ഏതോ ഒരു ലോകത്തായിരുന്നു. പെട്ടെന്ന് ബബിത അതെ അലീന ചേച്ചിയുടെ പപ്പ എന്ന് വിളിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ഞെട്ടി. പപ്പ ഈ ലോകത്തൊന്നും അല്ലായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പം ഞാനേ കുറച്ച് പഴയ കാലത്തിലേക്ക് പോയതായിരുന്നു മോളെ. ഏതായാലും നിന്നെ കാണാനേ വൈജയന്തിയെപ്പോലെ തന്നെയുണ്ട്, അതേ പകർപ്പ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ ബബിത പറഞ്ഞു, അത് പിന്നെ ഞാൻ വൈജയന്തിയുടെ മോളല്ലേ, അപ്പം പിന്നെ ആ പകർപ്പല്ലേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ആ ഒരു പകർപ്പ് തന്നെയാണ് നിനക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എസ്റ്റേറ്റ് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇറങ്ങി അതിലേക്കൂടെ നടന്നൊക്കെ ഓരോന്ന് കാണിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ അവിടെ ഒരു ചെറിയൊരു ഓഫീസ് പോലെ ഒരു ചെറിയ റൂം, ആ റൂമിനകത്തൊരു പഴയ തടിക്കസേര കിടക്കുന്നു. അവിടെ നമ്മുടെ സ്റ്റാൻലി ചെന്നങ്ങോട്ട് ഇരുന്നു. കാല് നിവർത്തി അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ വെച്ചു. എന്നിട്ട് വിശ്രമിക്കുകയാണ്. അപ്പം നമ്മുടെ ബബിത ഓർത്തു, എന്തൊരു സിമ്പിളായ മനുഷ്യനാണിത്.
വലിയ ബംഗ്ലാവും കാര്യങ്ങളും ഒക്കെ. ഓഫീസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഒരു ചെറിയൊരു ഓഫീസ്. അവിടെ വേറെ ആരുമില്ല, ഏതോ ഒരാളുണ്ട് കേട്ടോ, ഒരാളുണ്ട് ആ ഓഫീസ് നോക്കി നടത്താനായിട്ട്, ഒരേ ഒരാൾ. അപ്പം ബബിത ചോദിച്ചു, അല്ല പപ്പ ഇവിടെ വേറെ സ്റ്റാഫുകൾ, പപ്പയെന്നല്ല അലീന ചേച്ചിയുടെ പപ്പ, ഇവിടെ വേറെ സ്റ്റാഫുകൾ ആരും ഇല്ലെന്ന് ചോദിച്ചപ്പം ഇല്ല, ഇയാൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഇയാൾ ചോദിച്ചു, അല്ല ഈ പെൺകുട്ടി ഏതാണ് സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് എൻ്റെ മോള്, ഇവളും എൻ്റെ മോളാന്ന് പറഞ്ഞപ്പോൾ, ഓ ഇത്ര സുന്ദരികളായ മക്കളാണല്ലോ സ്റ്റാൻലി എന്നല്ല സാറിന് കിട്ടുന്നതെന്ന് പറഞ്ഞപ്പം, ആ എൻ്റെ മക്കളെല്ലാം സുന്ദരികളാണെന്നേ. അല്ല തനിക്കിനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഏയ് ചോദിച്ചതേ ഉള്ളൂ സാറേ, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്കും ബബിത പറഞ്ഞു, അത് പിന്നെ അലീന ചേച്ചിയുടെ പപ്പായ്ക്ക് എന്ന് പറയാൻ തുടങ്ങിയതും, അതെ ബബിത എന്തിനാ അലീന ചേച്ചിയുടെ പപ്പ എന്ന് ഏത് നേരവും എന്നെ വിളിക്കുന്നത്? അതെന്താ അങ്ങനെ ഒരു വിളി? അത് പിന്നെ ഞാൻ എന്തെന്നാ വിളിക്കേണ്ടത്? അല്ല നിനക്ക് എന്തെന്ന് വിളിക്കാനാ ഇഷ്ടം, താല്പര്യം? ഒരാളെ കാണുമ്പോൾ എന്തെങ്കിലും വിളിക്കാനൊരു തോന്നൽ തോന്നൂലോ. അലീന ചേച്ചിയുടെ പപ്പ എന്ന് വിളിക്കുമ്പോഴത്തേക്കും എന്താ ഞാൻ അലീന ചേച്ചിയുടെ പപ്പയല്ലേ എന്ന് വല്ല സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഏയ് അങ്ങനെയൊന്നും അല്ല പപ്പേ, അപ്പം അറിയാതെ തന്നെ പപ്പയെന്ന് വന്നപ്പം പറഞ്ഞു, ആ ഇപ്പം വിളിച്ച ഈ വിളി അതാണ് കറക്റ്റ് പപ്പ, നീയും എന്നെ അങ്ങനെ വിളിച്ചാൽ മതി, പപ്പ എന്ന് വിളിച്ചാൽ മതി. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈജയന്തിയും ഞാനും ഒന്നായിരുന്നുവെങ്കിൽ നീ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞായിട്ട് പിറക്കേണ്ടവളല്ലായിരുന്നോ? അങ്ങനെ ആയിരിക്കുമല്ലോ. എൻ്റെ വൈജയന്തിയുടെ, അതായത് എൻ്റെ കുഞ്ഞ് കിടന്ന ആ വയറ്റിൽ തന്നെയല്ലേ നീയും കിടന്നത്. അപ്പം ഞാൻ നിൻ്റെ പപ്പ തന്നെയാണ്, നീ എന്നെ പപ്പ എന്ന് വിളിച്ചാൽ മതി മോളെ എന്ന് പറഞ്ഞു. ഏതായാലും അലീനയും അത് സമ്മതിച്ചു കേട്ടോ. അലീനയല്ല ബബിതയും അത് സമ്മതിച്ചു, പപ്പ എന്ന് വിളിച്ചു. എന്തോ ബബിതയുടെ കണ്ണൊക്കെ പതുക്കെ നനഞ്ഞിങ്ങനെ ഒഴുകുന്ന പോലെ ഒരു ഫീലിങ്സ് ഒക്കെ കേട്ടോ, ഒരു ചെറിയൊരു ഇമോഷണൽ ആയിപ്പോയി നമ്മുടെ ബബിത അപ്പോഴത്തേനും. ഏതായാലും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബബിത പറഞ്ഞു, അതെ പപ്പയ്ക്ക് ഇതൊക്കെ ഒന്ന് ബഹിഷ്കരിച്ചൂടെ? ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ പപ്പ എന്തിനാ ഈ പഴയ ഒരു ഇതായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്? ഈ റൂം ഒക്കെ നല്ല രീതിയിൽ പണിയാനുള്ള പൈസയൊക്കെ പപ്പയുടെ കയ്യിലുണ്ടല്ലോ. അപ്പം നല്ലൊരു ഓഫീസായിട്ട് ഒരു നല്ലൊരു ഇൻറ്റീരിയൽ വർക്കൊക്കെ ചെയ്ത് ഒരു നല്ലൊരു ചെയറൊക്കെ ഇട്ട് ഇതിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബഹുമാനം ഉണ്ടല്ലോ. മാത്രമല്ല മറ്റുള്ളവർ വരുമ്പോഴത്തേക്കും അവർക്ക് ഇരിക്കണോ നിൽക്കണോ എന്നൊരു ചിന്ത അത് തോന്നണം. ഇതിപ്പോൾ പഴയ കസേരയൊക്കെ ഒരു ലുക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ ഇത് പുതുക്കി പണിയണോ? അങ്ങനെയാണോ ബബിതേ? പുതുക്കി പണിഞ്ഞാൽ നല്ലതായിരിക്കും, നമുക്ക് ഒരു സ്റ്റാൻഡേർഡൊക്കെ വേണ്ടേ, ഒരു ലുക്കൊക്കെ വേണ്ടേ? ഇത് എസ്റ്റേറ്റ് ആണെങ്കിലും നമുക്ക് ഇതിനോടൊരു നീതി പുലർത്തണ്ടേ? അപ്പം അങ്ങനെയൊക്കെ പണിതാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പം, നിനക്കതാണ് ഇഷ്ടമെങ്കിലും ഓക്കെ, നമുക്ക് ഈ പ്രാവശ്യം അങ്ങനെ പണിതേക്കാം, പോരെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബബിത പറഞ്ഞു, അത് മതി പപ്പ, അലീന ചേച്ചിയുടെ പപ്പ എന്നും നല്ലതായിട്ടിരിക്കുന്ന കാണാൻ തന്നെയാട്ടോ ഞങ്ങൾക്കും ഇഷ്ടം എന്ന് നമ്മുടെ ബബിതയും പറഞ്ഞു. അങ്ങനെ എസ്റ്റേറ്റ് ഒക്കെ കണ്ടിട്ട് ഇവർ തിരിച്ച് മടങ്ങാണ് കേട്ടോ. തിരിച്ച് മടങ്ങി നേരെ നമ്മുടെ കൊളുത്തുപുഴ വീട്ടിലെത്തി കഴിഞ്ഞപ്പം അലീനയും നമ്മുടെ സ്റ്റാൻലി അല്ലല്ലോ ഔതക്കുട്ടിയും ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ എന്താ അവർ വരാത്തത്? അല്ല ബബിതയെ വിളിച്ചായിരുന്നോ അവരെന്ന് ചോദിച്ചപ്പം നമ്മുടെ ബബിത പറഞ്ഞു, അലീന ചേച്ചി എന്നെ ഉച്ചയ്ക്കൊന്ന് വിളിച്ചായിരുന്നു പപ്പ, അപ്പോഴത്തേക്കും പറഞ്ഞത് വരും വൈകിട്ടത്തേക്ക് എത്തുന്ന പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എന്താ അവർ വരാത്തത്? ഇനി എന്തെങ്കിലും പ്രശ്നം കാണുമോ? നീ ഒന്നുകൂടെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബബിത ഫോൺ എടുത്തു ഒന്നുകൂടെ വിളിക്കാനായിട്ട്. അപ്പോഴത്തേക്കും വണ്ടി വന്നു മുറ്റത്ത് നിന്നു. പട്ടികൾ രണ്ടും ചാടി ഇറങ്ങി വരുന്നത് കണ്ടതും സ്റ്റാൻലിക്ക് മനസ്സിലായി എന്തോ ഒരു പന്തികേടുണ്ടെന്ന്. അലീന ഇറങ്ങി വന്നു, ഔതക്കുട്ടി ഇറങ്ങി വന്നു. അപ്പം സ്റ്റാൻലി ചോദിച്ചു, അല്ല എന്താ ഇത്ര വൈകിയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ അവിടുത്തെ അവസ്ഥ കണ്ടപ്പോഴത്തേക്കും അവിടെ കുറച്ച് നേരം നിൽക്കാൻ തോന്നിയെന്ന് പറഞ്ഞു. എന്തവസ്ഥ? അവിടെ എന്താ ഇതിന് മാത്രം അവസ്ഥ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, പപ്പ ചെയ്യുന്നത് കുറച്ച് കഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം സ്റ്റാൻലി ചോദിച്ചു, എന്ത് കഷ്ടം? എനിക്ക് മനസ്സിലാവുന്നില്ല. പപ്പയുടെ 3 മക്കളെ പ്രസവിച്ചൊരു സ്ത്രീയല്ലേ, ആ സ്ത്രീയുടെ അവസ്ഥ പപ്പ കണ്ടായിരുന്നോ? അല്ല ഞാനവളെ കയറി കാണാനൊന്നും നിന്നില്ല, അന്ന് ഞാൻ അന്വേഷിച്ചു, തിരക്കി, പൈസ വല്ലതും വേണമെന്ന് ചോദിച്ചു, കൊടുത്തു, പോന്നു, അത്രേ ഞാൻ ചെയ്തുള്ളൂ. എന്താ പപ്പയ്ക്ക് മനസ്സാക്ഷി ഇല്ലാതെ പപ്പ ഇങ്ങനെ ഓരോന്നും പറയരുത്. എന്തൊക്കെ പറഞ്ഞാലും പപ്പയുടെ കൂടെ പപ്പ കഴുത്തിൽ താലി ചാർത്തിക്കൊണ്ട് വന്ന പെണ്ണല്ലേ ഈ പറയുന്ന എൽസമ്മ. പപ്പ ജീവന് തുല്യം സ്നേഹിക്കേണ്ട പപ്പയുടെ ജീവൻ്റെ പാതിയല്ലേ ഈ പറയുന്ന എൽസമ്മ. 3 മക്കളെ തന്നില്ലേ ഈ എൽസമ്മ. എന്നിട്ട് എന്താ ഈ കാണിക്കുന്നത്? പപ്പ കാണിക്കുന്നത് വളരെയധികം മോശമാണെന്ന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയലീന, നീ എന്താ ഒന്നും പറയാത്തത്? അല്ല അവരെ ഇങ്ങനെ നിന്നോട് പറയാൻ പറഞ്ഞോ? എന്നോട് അവരൊന്നും പറയാൻ പറഞ്ഞില്ല, പക്ഷേ ഞാൻ എൻ്റെ പപ്പയുടെ ആ എൽസമ്മേനെ കയറി കണ്ടു. എന്തൊരവസ്ഥയത്! ആ സ്ത്രീ കിടക്കുന്നത് എങ്ങനെയാണെന്ന് പപ്പ കണ്ടോ? ഒരു വികൃത രൂപം, ആ രൂപത്തിലാണ് ആ സ്ത്രീ കിടക്കുന്നത്. നോക്കാനും ആരുമില്ലാതെ, പുറവൊക്കെ പൊട്ടി,
വൃത്തിയാക്കാനും ആരുമില്ലാതെ തല ചീയ്ക്കാനും ആരുമില്ലാതെ വല്ലാത്തൊരവസ്ഥയിൽ സത്യം പറയാമല്ലോ ആർക്കും ഇങ്ങനൊരു അവസ്ഥ വരുത്തരുത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ ഒരു രീതിയിലാണ് ഞാൻ അമ്മയെ കണ്ടത്. എൻ്റെ സഹോദരങ്ങളുടെ അമ്മയല്ലേ, അപ്പം അത് എൻ്റെ അമ്മയും കൂടിയല്ലേ. നോക്കി നിൽക്കാൻ പറ്റുമോ പപ്പ? എനിക്ക് പറ്റില്ല. ചങ്കി ചോരയുള്ളവർക്ക് ആർക്കും മനസാക്ഷിയുള്ള ആർക്കും ആ ഒരു രംഗം കാണാൻ പറ്റില്ല പപ്പേ എന്ന് പറഞ്ഞ് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. വല്ലാണ്ടായിപ്പോയി നമ്മുടെ സ്റ്റാൻലി. സത്യം പറഞ്ഞാൽ എൽസമ്മയുടെ ആ രൂപമോ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. എൽസമ്മ എവിടെയാ, എന്താ, എങ്ങനെയാ എന്ന് അന്വേഷിക്കുന്നതല്ലാതെ എൽസമ്മേനെ ഒരു നോക്ക് കാണാൻ വേണ്ടി നമ്മുടെ സ്റ്റാൻലി ശ്രമിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ താൻ ചെയ്യുന്നത് ഒരു മഹാപാപം തന്നെയാണോ എന്ന മട്ടിൽ തന്നെ നമ്മുടെ സ്റ്റാൻലി ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് കഥയുമായിട്ട് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് വരാട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.